ഹായ് ഓൾ, വെൽക്കം ടു ASAP. ക്ലറിക്കൽ എബിലിറ്റിയുടെ അടുത്തൊരു പാർട്ടിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് 3 പാർട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ടും അത്തരം വീഡിയോസ് കാണുക. ആ വീഡിയോ നമ്മൾ ഇതിലേക്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം എത്രയും പെട്ടെന്ന്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളൂ. ചോദിച്ചിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയും ക്ലറിക്കൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉയരം നോക്കിയിട്ടുള്ള അവസാനം ഇതെല്ലാം മാർക്ക് ചെയ്തതിനു ശേഷം ഉയരം കൂടിയ ആളാരാണ്, ഉയരം കുറഞ്ഞ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഈ ക്വസ്റ്റ്യനിൽ വരുന്ന എന്താ അവസാനം എങ്കിൽ ഏറ്റവും ഉയരം ആർക്കാണ്? അപ്പോൾ ഉയരം കൂടിയ ആളാരാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് അല്ലേ. ഇത് അധിക വിദ്യാർത്ഥികളും ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. പക്ഷേ അധിക വിദ്യാർത്ഥികളും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതായി കണ്ടിട്ടുള്ളത് കണ്ണൻ എന്നുള്ളതിന് K എന്നിട്ടിട്ട് K ഗ്രേറ്റർ ദാൻ എന്നുള്ള ആ ഡിനോഷൻസ് കൊടുത്തിട്ടാണ്. അങ്ങനത്തെ ഒത്തിരി കോംപ്ലിക്കേഷൻസിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത്ര ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു ഒരു ലൈന് വരയ്ക്കുക. അതിലേറ്റവും ഹൈറ്റ് കൂടുതലായിട്ട് കണ്ണന് K എന്ന് കാണിക്കുക. അതിനേക്കാൾ ഹൈറ്റ് കുറവാണ് ആർക്കെന്ന് പറയുന്നുണ്ട്, സച്ചുവിനെന്ന് പറയുന്നുണ്ട്. യെസ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുക. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല സച്ചുവിന് ഹൈറ്റ് കുറവാണെന്നും കണ്ണന് ഹൈറ്റ് കൂടുതലാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അടുത്ത പറയുന്നത് അരുണിന് ഉണ്ണിയേക്കാൾ ഉയരം കൂടുതലാണ്. അരുൺ ഉണ്ണി എന്നുള്ള സംഭവം ഇതിൽ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ മാർക്ക് ചെയ്യേണ്ട. അടുത്ത പറയുന്നത് ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണെന്നുള്ളതാണ്. നമ്മളിവിടെ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് സച്ചുവിനെയാണ് അല്ലേ. ആ സച്ചുവിനേക്കാളും ഉയരം കുറവാണ് ഉണ്ണിക്ക് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഉയരം കുറച്ചിട്ട് നിങ്ങൾ ഉണ്ണിയെ മാർക്ക് ചെയ്യുക U എന്നുള്ള അക്ഷരത്തിൽ. ഓക്കെ, ഇനി ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണ്. നെക്സ്റ്റ് അരുണിന് കണ്ണൻ്റെ അത്ര ഉയരമില്ല. കണ്ണൻ എന്ന് പറഞ്ഞാൽ ആളുടെ അത്ര ഉയരം ആർക്കില്ല എന്ന് പറയുന്നുണ്ട്, അരുണിനില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് അരുണിൻ്റെ ഹൈറ്റ് അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ നിലവിൽ പറയാൻ കഴിയില്ല. തൽക്കാലം കണ്ണൻ്റെ അത്ര ഹൈറ്റ് അരുണില്ല എന്ന് തൽക്കാലം വരച്ച് വെക്കുക. ഇനി നമ്മളിതിൽ മാർക്ക് ചെയ്യാത്ത ഒന്നുമില്ലടാ. ഏതായിരുന്നു? അരുണിന് ഉണ്ണിയേക്കാൾ ഉയരം കൂടുതലാണ്. ഈ പറയുന്ന അരുണിന് ഉണ്ണീനേക്കാൾ ഹൈറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കണ്ണൻ്റെ അത്ര ഹൈറ്റ് ഇല്ലതാനും. നമുക്ക് ഉണ്ണിയേക്കാൾ കൂടുതൽ വരക്കാം, പക്ഷേ കണ്ണൻ്റെ അത്ര എന്ത് ചെയ്യരുത്, വരക്കരുത്. അരുൺ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ചോദ്യം കഴിഞ്ഞു. എങ്കിൽ ഏറ്റവും ഉയരം കൂടിയത് ആർക്കാണ് എന്നാണ് ഇതിൽ ക്വസ്റ്റ്യൻ. ഉയരം കൂടിയതിൽ ആർക്കാണ് കാണുമ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടുതൽ വരുന്നത് കണ്ണനാണ്. നിങ്ങൾക്ക് ഇതിന് ആൻസറായിട്ട് വരാം ഓപ്ഷൻ എ, കണ്ണൻ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഉയരത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ മതി, മൊത്തത്തിൽ ഐഡിയ കിട്ടും. ഇതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണനാണ് ഏറ്റവും ഹൈറ്റ് കൂടുതൽ, ഉണ്ണിക്കാണ് ഏറ്റവും ഉയരം കുറവെന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അരുണിൻ്റെയും സച്ചുവിൻ്റെയും ഹൈറ്റിനെ കുറിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പക്കയായിട്ട് ക്ലിയർ ഡാറ്റ തന്നിട്ടില്ല. അപ്പോൾ അതിലാർക്കാണ് ഹൈറ്റ് കൂടുതൽ കുറവെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ രണ്ടാളും ആരും അത്ര എത്തില്ല, കണ്ണൻ്റെ അത്ര ഹൈറ്റിലെത്തില്ല. അപ്പോൾ കണ്ണൻ തന്നെയാണ് ഇതിൽ ഹൈറ്റ് കൂടുതൽ. ഉറപ്പുള്ള ഉത്തരേ ചോദിച്ചിട്ടുള്ളൂ PSC. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പ്രിലിംസ് 2025 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിൽ. ഓക്കെ, സ്റ്റേജ് 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം അല്ലേ. അതിൽ എക്സാം വന്നിട്ടുള്ളത് 10ാം ക്ലാസ് പ്രിലിംസ് 2025 സ്റ്റേജ് 2 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും കുറവ് ഭാരം എന്നാണോ കൂടുതൽ ഭാരം എന്നാണോ. ഏറ്റവും കുറവ് ഭാരം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഭാരം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ആ ഹൈറ്റിൻ്റെ ഫിഗർ ഉപയോഗിക്കാമോ സാറേ? ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ കൊടുക്കരുത്, ഒരു കാരണവശാലും കൊടുക്കരുത്. എഗെയിൻ നിങ്ങൾ ആ റെഫറൻസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് തന്നിരിക്കുന്നത് ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണെന്നുള്ളതാണ്. ആരുടെ ഭാരം? ബിയുടെ ഭാരം. ബിയുടെ ഭാരം കുറവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബി എന്നുള്ളത് വരച്ചിട്ടുണ്ടെങ്കിൽ എക്ക് അതിനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരിക്കണം, എക്ക് അതിനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഹൈറ്റ് അല്ല, വെയിറ്റ്. ഡിക്ക് അതിനേക്കാൾ വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് സൂചിപ്പിക്കാം. പക്ഷേ ഡിയുടെ ഫിഗർ ഇവിടെ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് പറയാനായിട്ടില്ല. കാരണം എനേക്കാളും കൂടുതലാണ് ഡി എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഈ വിഷയത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ ചെറുതായിട്ടൊരു തെറ്റിട്ട് വെച്ചേക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തതിൽ പറയുന്നത് ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതൽ അല്ലേ. സി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പോൾ സിയേക്കാൾ കൂടുതൽ എന്നുള്ളപ്പോൾ വരക്കണ്ട. അടുത്ത പറയുന്നത് സിയേക്കാൾ കൂടുതൽ എന്നാൽ ബിയേക്കാളും കുറവാണ്. ബി എന്ന് പറഞ്ഞ ആളുടെ ഹൈറ്റിനേക്കാളും കുറവാണ് ഇ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് കുറവാണ്. അപ്പോൾ എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ബിയേക്കാൾ താഴെയായിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അത് സിയേക്കാൾ കൂടുതലാണെന്നല്ലേ പറഞ്ഞത്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതൽ. ഇയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സിനേക്കാളും കൂടുതലാന്ന് പറഞ്ഞപ്പോൾ സി അതിനേക്കാൾ കുറവാണെന്നല്ല അതിൻ്റെ അർത്ഥം.
സി അതിനേക്കാൾ കുറവാന്നുള്ള എന്ത് ചെയ്തു കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി അടുത്ത എന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം ഡി. അപ്പോൾ ഡീൻ്റെ നമ്മൾ മാർക്ക് ചെയ്താൽ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തെറ്റിടേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ശരിയാക്കി. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫിഗർ. സോ ഇതിനെ ചോദിക്കുന്നത് ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് എന്നുള്ളതാണ്. സോ ഈ ഫിഗറിന് വളരെ ക്ലിയർ ആണ്. അതിലാർക്കും ഏറ്റവും കുറവ് ഭാരം വരുന്നത് സിക്കാണ്. സോ നിങ്ങളുടെ ആൻസർ വരിക ആൻസർ സി എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. സോ ഈ ഒരു ഫിഗറിലൂടെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഒരു 15 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾ സ്വന്തം ആൻസർ കണ്ടെത്തിയതിന് ശേഷം ആ ഉത്തരം തന്നെ അല്ലേ വരുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് നോക്കാം. സോ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. സോ ആദ്യം ഉത്തരം തന്നെ ആദ്യം കാണിക്കാം. ഉത്തരമായി വരുന്നത് ആൻസർ ബി സജി എന്നുള്ളതാണ്. എല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവർ നോക്കിക്കോളൂ. സോ എക്സാം വരുന്നത് 10ാം ക്ലാസ് പ്രിലിംസ് 2021 ചോദിച്ചതാണ്, മുമ്പ് സ്റ്റേജ് 5 കേട്ടോ. സോ 4 പേര് ഇടവഴിയിലൂടെ നടക്കുകയാണ്. അനൂപ് രാമകൃഷ്ണൻ്റെ മുമ്പിലാണ് നടന്നത് അല്ലേ? സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിഗർ വരക്കുന്നു. സോ അനൂപ് നടക്കുന്നത് രാമകൃഷ്ണൻ്റെ മുമ്പാണ്. സോ രാമകൃഷ്ണനാണ് കുറച്ച് ബാക്കിലുള്ളത്, അനൂപ് ഒന്നുകൂടെ മുന്നിലാണുള്ളത് എന്ന് മാർക്ക് ചെയ്യാം അല്ലേ? അടുത്ത പറയുന്നത് ആതിര സജിയുടെ മുമ്പിലും എന്നാൽ രാമകൃഷ്ണൻ്റെ പിന്നിലുമായി നടക്കുന്നു എന്നാണ് പറയുന്നത്. സോ ആതിര എന്ന് പറയുന്ന ആൾ സജിയുടെ മുമ്പിൽ, സജി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ രാമകൃഷ്ണൻ്റെ പുറകിലാണെന്നാണ് പറയുന്നത്. സോ രാമകൃഷ്ണൻ എന്ന ആളുടെ പുറകിലാണ് ആര് യാത്ര ചെയ്യുന്നത്? ആതിര. അപ്പോൾ ഇവിടെ 2 എ എന്നുള്ള അക്ഷരങ്ങൾ വരുന്നതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആതിര എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിക്കോ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഓക്കെ. സോ ആതിര നടക്കുന്നു എന്ന് പറയുന്നത് സജിയുടെ മുമ്പിലാണ്. പക്ഷേ രാമകൃഷ്ണൻ്റെ പുറകിലാണ്. ഇപ്പോൾ സജി എവിടെ വരുവാടാ? സജി ഇതിനേക്കാളും പുറകിലാണ് വരുന്നത്. സോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് സജി. ഓക്കെ. സോ ആദ്യം നടക്കുന്നു എന്ന് പറയുന്നത് രാമകൃഷ്ണൻ്റെ പുറകിൽ, സജിയുടെ മുമ്പിൽ. ക്ലിയർ അല്ലേ? സോ ഇവിടെ ചോദ്യം എന്താ വരുന്നത്? ഏറ്റവും പിന്നിൽ നടന്നത് ആരാണ് എന്നുള്ളതാണ്. സോ ഏറ്റവും പിന്നിൽ നടക്കുന്ന ആരാവിൽ? സജിയാണ്. സോ സജി ആൻസർ ബി സജി ശരിയായ ഉത്തരം. ഓക്കെ. സോ നമുക്ക് ഹൈറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വെയിറ്റ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇനി ഒരാൾ പുറകിൽ നടന്ന് മുന്നോട്ട് നടന്നു എന്ന് പറയുമ്പോഴൊക്കെ ഏറ്റവും നല്ല ഫിഗർ ഇങ്ങനെ വരച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കൊടുത്ത് ചെയ്ത് എന്ത് ചെയ്യേണ്ടത്? അത് കൊളാക്കണ്ട. സോ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി പ്രിലിംസ് ആണ്, 2024 സ്റ്റേജ് 3 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ആൻസർ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത ആളിൽ ആരുടെയാണോ ശരി ഉത്തരം വരുന്നത് അതിൽ ഞങ്ങളൊരു ലൈക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഡു കമൻറ്റ് ദി ആൻസർ. താങ്ക് യു.